ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഒരു സുപ്രധാന നിർദ്ദേശം ഈ ഒരു സമയം കൊണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഇനി മുതൽ ബിരുദധാരികൾക്കും അപേക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം ഉളവാക്കുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിലേക്ക് ഏകദേശം 215ഓളം വേക്കൻസീസ് വരുന്ന മറ്റൊരു പോസ്റ്റ് കൂടി തുറക്കപ്പെടുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ വളരെയധികം സങ്കടം ഉളവാക്കുന്ന മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു എക്സാം, അതായത് പ്രിലിംസും മെയിൻസും എഴുതിയതിന് ശേഷം സാധ്യതാ പട്ടികയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പറ്റം ഉദ്യോഗാർത്ഥികളുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തായിരിക്കും അടുത്തൊരു PSCയുടെ നടപടി എന്നതിനെക്കുറിച്ചാണ് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിർദ്ദേശം വന്നത് മുതൽ തന്നെ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് നിലവിലെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, നിലവിലത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യും, അതേപോലെ തന്നെ പുതിയ പരീക്ഷ നടത്തും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ന്യൂസ് നിങ്ങളുടെ അടുത്തൊന്ന് പറയാം. അതിനുശേഷം എന്താണ് PSC ഇതിൻ്റെ അകത്ത് എടുക്കുന്ന തീരുമാനം എന്നതിനെക്കുറിച്ചും നമുക്ക് ഒന്ന് പറയാം. അപ്പോൾ ആരെങ്കിലും നിലവിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ഉള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് ബിരുദധാരികൾക്കും അപേക്ഷിക്കാം. വിജ്ഞാപനം പരിഷ്കരിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് 7 തസ്തികയിൽ ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനുള്ള വിലക്കു നീക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനാകില്ലെന്ന് നിയമപരമായി നിലനിൽക്കില്ലെന്നും അവരെ കൂടി ഉൾപ്പെടുത്തി വിജ്ഞാപനം പരിഷ്കരിക്കണം എന്നുമായിരുന്നു ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരുൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചത്. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ബിരുദധാരികൾക്ക് അപേക്ഷിക്കേണ്ടതില്ലെന്ന വ്യവസ്ഥതയോടെ 2020 പുറത്തിറക്കിയ സർക്കാർ ഉത്തരവിനെ ചൊല്ലിയായിരുന്നു തർക്കം. സ്പെഷ്യൽ റൂൾസ് ഭേദഗതി ചെയ്യാതെ ഭരണതലത്തിലെ ഉത്തരവിലൂടെ സർക്കാർ യോഗ്യത നിശ്ചയിച്ചത് നിലനിൽക്കില്ലെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു. പിന്നീട് സർക്കാരും PSCയും നൽകിയ അപ്പീലുകൾ പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ലാസ്റ്റ് ഗ്രേഡ് നിയമന യോഗ്യതകൾ ഏകീകരിക്കാനാണ് ശ്രമിച്ചതെന്നും വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിനുള്ള സ്പെഷ്യൽ റൂൾസ് അനുസരിച്ചുള്ള നിയമന യോഗ്യതയാണെന്ന് ബാധകമാണെന്നും സർക്കാർ PSCയും വാദിച്ചു. എന്നാൽ സർവകലാശാലയ്ക്ക് അങ്ങനെയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേക ചട്ടങ്ങൾ ഉള്ളതിനാൽ തന്നെ സർക്കാരിനോ PSCക്കോ യോഗ്യത നിശ്ചയിക്കാനാകില്ല എന്നായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ വാദം. അപ്പോൾ PSC അതേപോലെ തന്നെ ഈ പറയുന്ന സർക്കാരുമല്ല നിലവിൽ ഈ പറയുന്ന സർവകലാശാലയ്ക്ക് പ്രത്യേകമായിട്ടൊരു ചട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു, അതായത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് 7ാം ക്ലാസ് തത്തുല്യ യോഗ്യതയോടുകൂടി തന്നെയായിരുന്നു ഈ എക്സാം നടത്തിയത്. അപ്പോൾ അങ്ങനെ ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെയില്ല, എല്ലാവർക്കും അപേക്ഷിക്കാം എന്നുള്ളതായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ വാദം. അങ്ങനെ സർക്കാരിൻ്റെ നടപടി സതുദ്ദേശപരമാണെങ്കിൽ പോലും നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ബിരുദധാരികളെ അപേക്ഷിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് PSCയുടെ നിയമവിഭാഗം പരിശോധിക്കുകയാണ്. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കമ്മീഷൻ യോഗം വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് PSC അധികൃതർ അറിയിച്ചത്. ഇതിനിടെ ഹൈക്കോടതി വിധിയിൽ അവ്യക്തതയുണ്ടെന്നും നിലവിലുള്ള സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ ബാധിക്കാത്ത രീതിയിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്നും ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ ലിസ്റ്റിന്റെ കാര്യം ഒന്ന് നോക്കാം. വിധി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും മുൻപേ 2022 ഡിസംബർ 31 സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് 7 തസ്തികകളിലേക്കുള്ള PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. ആദ്യമായിട്ടാണ് ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന പോസ്റ്റിലേക്ക് PSC വിജ്ഞാപനം ഇറക്കുന്നത്. കോമൺ പ്രിലിമിനറി പരീക്ഷ, മെയിൻ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. 2023 ഓഗസ്റ്റ് 5, 19, സെപ്റ്റംബർ 9, 23, ഒക്ടോബർ 29 തീയതികളിലായിട്ട് 5 പരീക്ഷകളാണ് പ്രിലിംസ് നടത്തിയത്. കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള അർഹതാ ലിസ്റ്റ് 2023 ഡിസംബർ 23 പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 2024 ഫെബ്രുവരി 7 മെയിൻ പരീക്ഷ നടത്തി. സെപ്റ്റംബർ 19 സാധ്യതാ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. മെയിൻ ലിസ്റ്റിൽ 1099 പേരും സപ്ലിമെന്ററിൽ 1178 പേരും ഭിന്നശേഷി ലിസ്റ്റിൽ 44 എന്നിങ്ങനെയാണ് 2321 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനിരിക്കുമ്പോഴാണ് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് 7 തസ്തികയിൽ 215 ഒഴിവുകളാണ് വിവിധ സർവകലാശാലയിലെ PSC ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർവകലാശാലകളുടെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അവിടെ 24, കാലിക്കറ്റിൽ 20, കണ്ണൂർ 30,
വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസിൽ 53, MG യൂണിവേഴ്സിറ്റി 60, കുഫോസ് 5, അഗ്രികൾച്ചറിൽ 6, ഹെൽത്ത് സയൻസിൽ 17, അങ്ങനെ ടോട്ടൽ 215 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിലവിൽ എന്താണ് ഇതിപ്പോൾ നിലവിൽ ഞാൻ ആദ്യം കാണിച്ചത് തൊഴിൽ രീതിയിൽ വന്നൊരു വാർത്തയാണ്. ഇത് വന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാതൃഭൂമിയുടെ തൊഴിൽ വാർത്തയിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ എല്ലാത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് ബിരുദധാരികൾക്ക് അവസരം നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ്, കാരണം നമുക്ക് മറ്റൊരു അവസരം തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താകും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ, നമുക്കറിയാം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ച് അവസാനം അതിൻ്റെ എന്താണ് പ്രിലിംസ് പാസ്സായി, മെയിൻസ് പാസ്സായി, അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ എന്താണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വരുന്നത്. തീർച്ചയായിട്ടും ഭയങ്കരധികം സങ്കടം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് PSC മിക്കവാറും എടുക്കുന്ന തീരുമാനം എന്താണ് എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഒരു എക്സാം നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന വരെയുള്ള നടപടിക്രമങ്ങൾ എത്രമാത്രം, അതായത് അത്രത്തോളം ചെലവ് വരുന്നതും അതേപോലെ തന്നെ എന്താണ് അത്രത്തോളം എന്താണ് ഇത്രയും നാളുകൾ എടുത്ത ശ്രമത്തിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും ഈ പറയുന്ന കുറേ ആളുകൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലെ റാങ്ക് ലിസ്റ്റുകൾ നിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന മറ്റൊരു റാങ്ക് ലിസ്റ്റ് കൂടി ഇടുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിലവിൽ ഒരു പരീക്ഷ എഴുതിയിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ മറ്റൊരു പരീക്ഷ, അതും ഡിഗ്രി ഉള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു എക്സാമുകൾ കൂടി എടുത്ത് അതിൻ്റെ രണ്ടും കൂടി മെർജ് ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്, അത് ഏത് ലെവലാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വളരെയധികം എന്താണ് നമുക്കത് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC എന്തായാലും ഈ റാങ്ക് ലിസ്റ്റ് നിർത്തിക്കൊണ്ട് മറ്റൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങൾക്കറിയാം 2 തരത്തിലുള്ള എക്സാമുകൾ നടത്തി 2 വ്യത്യസ്ത ക്വാളിഫിക്കേഷനുള്ള ആളുകളെ ഒറ്റ റാങ്ക് ലിസ്റ്റിലാക്കുക എന്ന് പറയുന്നത് അത് പോസിബിലിറ്റി ആണോ എന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു എക്സാമും അതേപോലെ തന്നെ എന്താണ് പുതിയൊരു റാങ്ക് ലിസ്റ്റും ആയിരിക്കാം അടുത്ത് തന്നെ വരാനായിട്ട് പോകുന്നത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് പുതിയത് ഇടുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു പരീക്ഷയും അതേപോലെ തന്നെ പുതിയൊരു റാങ്ക് ലിസ്റ്റുമായിരിക്കും ഇങ്ങനെ ഒരു വിധി വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത് നടപ്പാക്കാനായിട്ട് പോകുന്നത്. പക്ഷേ അത് അങ്ങനെ ആയിരിക്കാം വരുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ഇനി വീണ്ടും എന്താണ് അപ്പീൽ പോവാം, സുപ്രീം കോർട്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ലെവലിലേക്ക് ആകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിലവിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ മിക്കവാറും തന്നെ ഈ പറയുന്ന LDCയും അതേപോലെ തന്നെ LGS അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റുകളിലൊക്കെ നിങ്ങൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പഠനം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റാങ്ക് ലിസ്റ്റ്, അതായത് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ള ആ ഒരു എന്താ പറയുക, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം എന്താണ് കാര്യങ്ങളിലൂടെ നടപടിക്രമങ്ങളിലൂടെ കഴിഞ്ഞ് ഏറ്റവും അവസാനം അഡ്വൈസ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്ന് പറയുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കാത്തിരിക്കുന്ന സമയത്താണ് ഇത്രയും വലിയൊരു ട്രാജഡി ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി മുതൽ പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന എക്സാമുകൾ പാസ്സായി ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടും നിങ്ങൾ ഒരിക്കലും പഠനം നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴാണോ നമ്മുടെ കയ്യിൽ അഡ്വൈസ് വരുന്നത് അതുവരെയും എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൻ്റെ കാര്യങ്ങൾ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് സർവീസ്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് അവസാനം ജോലി കിട്ടുമെന്നുള്ളൊരു മൊമെൻറ്റിലാണ് ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഒരിക്കലും അത് എന്താണ് പുതിയൊരു അവസരം വരുന്നതുകൊണ്ട് ഡിഗ്രി ഉള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് എപ്പോഴാണോ അഡ്വൈസ് വരുന്നത് അതുവരെ ആയിരിക്കണം നമ്മുടെ പഠനം മുന്നോട്ടേക്ക് പോകേണ്ടത്. ഒരിക്കലും നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് എന്താണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് എനിക്ക് ആ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തി ഒരിക്കലും പോകരുത്. എവിടെയാണോ നമുക്ക് അഡ്വൈസ് അതുവരെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ 2025 എന്ന് പറയുന്നത് ഏകദേശം 150-160ഓളം ആണ് നമുക്ക്
നോട്ടിഫിക്കേഷൻസ് വരാനുള്ളത്. എല്ലാ കാറ്റഗറികളിലേക്കും 10ാം ക്ലാസ്, +2, ഡിഗ്രി, അങ്ങനെ എല്ലാത്തിലേക്കുമുള്ള ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായി പഠിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നല്ല റിവിഷൻസ് കറക്റ്റായിട്ട് പോവുക, എക്സാംസുകൾ എഴുതുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പോകുന്നൊരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇനി ഈ ഒരു കാര്യം ആലോചിച്ച് ഒരിക്കലും ടെൻഷൻ അടിച്ചിരിക്കരുത്. വരാനിരിക്കുന്ന ഒത്തിരി നല്ല പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഇതാലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ച് സമയം കളയരുത്. ഇത്രയാണ് പറയാനുള്ളൂ. അപ്പോൾ പുതുവത്സരം എന്ന് പറയുന്നത് നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരാനായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.